ഈശോയിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഇന്നത്തെ ദിവസം നമ്മൾ ധ്യാനിക്കുകയാണ് മത്തായി സുവിശേഷം 1-ാം അധ്യായം 23-ാമത്തെ തിരുവചനം. അതിപ്രകാരമാണ്: ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും എന്ന് കർത്താവ് പ്രവാചകൻ മുഖേന അരുളി ചെയ്തത് പൂർത്തിയാകാൻ വേണ്ടിയാണ് ഇവയെല്ലാം സംഭവിച്ചത്. ക്രിസ്തുമസ് നമ്മുടെ മുന്നിൽ വെക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് ദൈവം നമ്മോട് കൂടെ വസിക്കുന്നതിന് വേണ്ടി തിരുമനസ്സായി. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുമസ് നമുക്ക് തരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദേശം അതാ: നമ്മൾ ദൈവത്തിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നവരാകണം. നമ്മളൊക്കെ വീടുകളിൽ പുൽക്കൂടുകൾ ഉണ്ടാക്കാറുണ്ട്, ഉണ്ണീശോയെ വരവേൽക്കുന്നതിന് വേണ്ടി വീടുകൾ അലങ്കരിക്കാറുണ്ട്, നമ്മളെ തന്നെ ഒരുക്കാറുണ്ട്. പക്ഷേ ദൈവം നമ്മുടെ കൂടെ വസിക്കുന്നുണ്ടോ, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മൾ തിരിച്ചറിയുന്നുണ്ടോ എന്നുള്ളതാണ് ഈ ക്രിസ്തുമസ് നമ്മുടെ മുന്നിൽ വെക്കുന്ന ചോദ്യചിഹ്നം. അപ്പോൾ ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ദൈവം മനുഷ്യരോടൊപ്പം നമ്മോടൊപ്പം വസിക്കുവാൻ വേണ്ടി ആഗ്രഹിച്ചതാണ് ക്രിസ്തുമസ് നമ്മുടെ മുന്നിൽ വെക്കുന്ന സന്ദേശം. അപ്രകാരം ഈ ക്രിസ്തുമസ് കാലഘട്ടം നമുക്കും ദൈവത്തിൻ്റെ സാന്നിധ്യം തിരിച്ചറിയാൻ, ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ മറ്റുള്ളവർക്ക് കൊടുക്കുന്നവരായി മാറുവാൻ വേണ്ടി പരിശ്രമിക്കാം. അതിനുവേണ്ടി ദൈവത്തോട് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.